2026 നവംബർ 25 സെക്കൻഡ് പാർട്ട്. ഉണ്ണിയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയായിരുന്നു. ഈ ഉണ്ണി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമെന്ന് രഞ്ജിത് ശങ്കർ ഓർത്തിരുന്നു. അപ്പോൾ എന്ത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ചാലഞ്ച്, ഞാൻ എൻ്റെ മുന്നിൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത്രയും പേര് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവായ കമന്റ്സ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഈ കഥ ഈ സിനിമ കണ്ടാലും മനസ്സിലാവും. അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് എല്ലാ ദിവസം പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. എവിടെയായിരുന്നു കുറെ അല്ല കണ്ടിട്ട്? നമ്മൾ ലാസ്റ്റ് കണ്ട ഏത് പ്രൊമോഷൻ? നിങ്ങളെ ഈ സമയത്ത് മാത്രമേ കാണുള്ളൂ, സിനിമ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ. അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലപ്പോഴേ സിനിമ എടുക്കുള്ളൂ, വല്ലപ്പോഴും കാണാൻ പറ്റുള്ളൂ, വല്ലപ്പോഴേ സിനിമ എടുക്കണുള്ളൂ. നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട ഈ സിനിമ അല്ല, 4 years. ജയ് ഗണേഷിലേക്ക് നമുക്ക് തുടങ്ങാം അല്ലേ? ജയ് ഗണേഷ് എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഞാൻ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുത്തു. എനിക്ക് ഈ സിനിമ എനിക്ക് പെട്ടെന്ന് അറ്റാച്ച്. എൻ്റെ പെങ്ങടെ മോൻ വീൽ ചെയർ ആയിരുന്നു, മരണപ്പെട്ടു പോയി, ഓട്ടിസമായിരുന്നു. അപ്പോൾ ഞാൻ ആ പെങ്ങടെ മോൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖിച്ചു. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ തന്നെ ഡോറ് വലുതാക്കണം, പെങ്ങടെ മോന് കയറാണ് അല്ലേ? അവനൊരു സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, അവനൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഞാൻ ഉണ്ണിയുടെ ഇൻ്റർവ്യൂ എടുക്കും. ഞാൻ അതിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ അനുഭവിച്ചില്ല, എൻ്റെ കുടുംബം അനുഭവിച്ച ഒരു കഥയാണ്. ഒരു വീൽ ചെയറിൽ ഒരു ആയുഷ് മുതൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം. അതാണ് ജയ് ഗണേഷ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നോട് ഉണ്ണി പറഞ്ഞു. ഇത്തരം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ആക്ച്വലി പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കഥ ഈ കോർ കഥയുണ്ടല്ലോ, അത് എനിക്ക് ഞാൻ ആലോചിക്കുന്ന ഒരു 2010, 11, 12 ആ സമയത്തൊക്കെ. അതായത് ഈ സിനിമയുടെ ഒരു കോർ ആശയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അപ്പോഴേ അറിയുന്നത് നല്ലൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ഇവിടെ വർക്കാവാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണെന്ന് നമുക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പുണ്യാള നഗർ പ്രത്യേകിച്ച് കണ്ടിട്ട് ചെയ്യാനൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. സത്യം പറഞ്ഞു, അന്ന് വീൽ ചെയറിലല്ല നായകൻ, ഒരു പ്രോപ്പർ നായകനാണ്, ഒരു ഹീറോ ആണ്, പ്രോപ്പർ ഹീറോ. പക്ഷെ എനിക്കെന്തോ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയില്ല. നമുക്ക് എന്തെങ്കിലും ചാലഞ്ച് വേണമല്ലോ ഒരു സിനിമയാണ്, എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അത് കിട്ടില്ല, എന്തോ വരാനുണ്ടെന്ന് തോന്നി, അങ്ങനെ നീട്ടി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ 10-12 വർഷമായില്ലേ. ഇതിനിടയിൽ പല രീതിയിൽ പല ആൾക്കാരെ വെച്ച് പല രീതിയിൽ ആലോചിച്ചിട്ടുള്ള കഥയാണ്. അങ്ങനെ ഇതിലേക്ക് വരുന്ന യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ ആദ്യം നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ എന്ത് സിനിമയാണെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഒരു ചാലഞ്ച്, ഞാൻ എൻ്റെ മുന്നിലെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റൈറ്റ് നൗ തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പോഴത്തെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ മുന്നിലെ ചാലഞ്ച്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോൾഡറൊക്കെ എടുത്ത് പഴയ കഥകൾ തപ്പി ഏതൊക്കെ ഉണ്ട് അതിന് സാധ്യതയുള്ളത്. ഇത് 3-4 കഥകളിൽ ഇതൊരു കഥയായിരുന്നു. പക്ഷേ ഇതിൽ നമുക്കൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്യാൻ എന്തോ ഒരു സാധനം കൂടെ വരാനുണ്ടെന്ന് തോന്നലുണ്ട്. അപ്പം ഞാൻ ഈ അടുത്തൊരു ജിമ്മിലേക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസം രാവിലെ. അപ്പം അതെല്ലാം കാരണമാണെന്ന് പറയുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥിരം ആൾക്കാരെ കാണും, നമ്മുടെ ജീവിതത്തിൽ പുതിയതൊന്നും സംഭവിക്കില്ല. അപ്പം ഞാൻ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, പുതിയ ആൾക്കാരെ പരിചയപ്പെടും. അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് എല്ലാ ദിവസം പോകുന്ന വഴിക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻ്റലി ഞാൻ ഒരാളെ കാണാണ്. അപ്പോൾ പുള്ളി വീൽ ചെയറിലാണ്. പക്ഷേ എല്ലാ ദിവസം വീൽ ചെയറിൽ ആ വഴിക്ക് പോകുന്നുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ ഭയങ്കര ഹാൻഡ്സമാണ് അയാൾ, ഭയങ്കര ഹാപ്പിയാണ് അയാൾ, ഭയങ്കര സോഷ്യലാണ്, സംസാരം അങ്ങനെ നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ റെഗുലറായിട്ട് ഇയാളെ കാണാൻ തുടങ്ങി. കാരണം ഒരേ സമയത്താണ് ഇയാളും പോകുന്നത്, ഞാനും ജിമ്മിലോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇമ്പോസിബിളാണെന്ന് തോന്നി. കാരണം ഈ സ്ക്രിപ്റ്റിൽ അയാളെ വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇമ്പോസിബിളാണെന്ന് തോന്നി. അപ്പോൾ അതൊരു ചാലഞ്ച് ഉണ്ടെന്നാലും. അപ്പോൾ പിന്നെ അതങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇതേ ജിമ്മിൽ പോകുന്ന വഴിക്ക് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ റെഗുലറിൽ വേറൊരാളെ കാണാൻ തുടങ്ങി. അയാൾ വീൽ ചെയറിൽ. പക്ഷേ അയാൾ പക്ഷേ ഇതുപോലെയല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു ഹെൽപ്പറുണ്ട്, അങ്ങനെ പോകുന്നുള്ളൂ. അയാളെ ഞാൻ 2 പേരെയും റെഗുലറിൽ ഇങ്ങനെ കാണും പോകുന്ന വഴി. അപ്പോൾ എനിക്ക് ഇതിൽ എന്തോ ഒരു ഡെസ്റ്റിനി സാധനം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് പിടിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ ആ രീതിയിൽ ഇതേ സീൻസ് ഇയാളെ വെച്ച് പ്ലേസ് ചെയ്തപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തുണ്ടാക്കാൻ പറ്റിയില്ല. ഈവൻ ഒരു സജഷൻ പോലും എടുക്കാൻ പറ്റില്ല. ഇയാൾ ഇങ്ങനെ മഹിമ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, അങ്ങനൊരു സിനിമ, ഒരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഫിലിം, വേറെ ഹീറോ ഈസ് ഓൺ എ വീൽ ചെയർ, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ എനിക്കതൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നി.
അപ്പോൾ പേടി വന്നപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. അങ്ങനെ സത്യം പറഞ്ഞാൽ അതിലോട്ട് വരുന്നു. അങ്ങനെയാണ് അതല്ലേ. ഉണ്ണിയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്രയോ ആൾക്കാരോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തിനൊക്കെ ഇടയിൽ. 10-12 വർഷമായി. അതെ അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്കതിൽ തോന്നിയത് ഇയാൾ ഈ ഭയങ്കര പവർഫുൾ ഹാൻഡ്സ് ഇയാൾക്ക് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് അടിസ്ഥാനം അതാ. കാരണം ഇപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ പോലത്തെ ഒരു ഫിലിമല്ല. ഇയാൾ ഭയങ്കര ഹീറോയിക്കാണ്. ഒരു നോർമൽ മനുഷ്യനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വീൽ ചെയറിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഹാൻഡ്സിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഈ മറ്റേ ആളും ഭയങ്കര ഹാൻഡ്സുമാണ്, ഉണ്ണിയും ഭയങ്കര ഹാൻഡ്സം, ഒരു ചായ ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ണീനെ ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഉണ്ണീനെ എങ്ങനെ മെസ്സേജ് അയച്ചു, നമുക്കൊന്ന് കണ്ടാലോ എന്ന് മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ണിയുടെ ഇമ്മീഡിയറ്റ് റിപ്ലൈ, ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months from now. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ചെയ്യാൻ ആൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തപ്പം ഞാൻ കഥ പറഞ്ഞപ്പം ഉണ്ണിക്ക് പെട്ടെന്ന് കണക്ട് ആയി. കാരണം ഉണ്ണിക്ക് ഇതുപോലെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ ക്ലാസ്മേറ്റ് ഇതുപോലെയാണ്. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണി പറഞ്ഞത്, ഇപ്പോൾ ഉണ്ണിയും അയാളും കൂടെ സ്കൂളിൽ വരിക നോക്കിയാണ്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയേക്കാൾ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പ് കയറിയാൽ ക്ലാസ്സിലെത്തും. അയാളുടെ ഹാൻഡ്സ് ഉണ്ണിയുടെ ഇരട്ടി കൈയുള്ള ആളോ. ബിക്കോസ് ആ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നല്ലോ. പിന്നെ ഉണ്ണി പെട്ടെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കഥ ഉണ്ണിയോട് പറയുമ്പോൾ ഇയാൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റുന്നത്. അങ്ങനെയായിരുന്നു ആലോചിച്ചത്. ബിക്കോസ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിരുന്നില്ല. ഇതെങ്ങനെ ഉണ്ണി പറഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇയാളുടെ കാല് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാക്കി. അപ്പോൾ അയാൾക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടെ പറ്റിയിരുന്നു. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ഒരു പെർഫോമൻസ് ഉണ്ട്, ഇതിൽ ഈ ഫിസിക്കാലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് സംശയങ്ങളുണ്ട് ഉണ്ണീനെ സമീപിക്കുമ്പോൾ. പക്ഷെ ഉണ്ണിക്ക് ആ ഹോട്ടലിൽ ഇരുന്ന് തന്നെ ആ ഭയങ്കര റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ച് തന്നെ പുള്ളി എനിക്ക് ചെയ്ത് കാണിച്ചത് എങ്ങനെയായിരിക്കും ഇയാൾ മൂവ് ചെയ്യുന്നത്. സ്റ്റഡി ആയിരുന്നു. പക്ഷേ അറിയാമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പോയത്. അങ്ങനെയാണ് പോകണം. പക്ഷേ 2010 വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മഹിമ ഉണ്ടാവില്ലായിരുന്നു. സ്കൂളിലോ എന്നെ അറിയാൻ സാധ്യതയില്ലായിരുന്നല്ലോ. സ്കൂളിൽ പഠിക്കുകയാണോ? 2010 ഞാൻ 10th എന്തായാലും വരില്ലായിരുന്നു. അതിനുവേണ്ടി നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. പത്തിലല്ല, ഒരു 12-13 ആയിരിക്കും. അല്ല, ഞാനത് ആലോചിച്ചു. അല്ല, അപ്പോൾ അതിനുവേണ്ടി നീണ്ടുപോയെന്നും കൂടെ അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി. ഈ കാര്യങ്ങളൊക്കെ RDX കഴിഞ്ഞോടുകൂടി സ്ക്രീനിൽ താങ്കളെ കാണാൻ ആകാംക്ഷ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക്. അങ്ങനെ എനിക്ക് തോന്നുന്നു RDX കഴിഞ്ഞപ്പോഴാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ പലരും മനസ്സിലാക്കുന്നത്. സാറിന് അറിയായിരുന്നു? ഇല്ല അല്ലേ, എനിക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മലയാളിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കി തന്നത് RDX ആണ്. ഐ എം വെരി താങ്ക്ഫുൾ. കാരണം അങ്ങനെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഡ്രീംസ് ഒരിക്കലും ഫുൾഫിൽ ആവില്ലായിരുന്നു. കാരണം ഞാൻ തമിഴിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പം RDX വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം. അല്ല, ഒരു കാസർഗോഡിൽ നിന്നും ഇങ്ങോട്ട് കയറിയ ഗോപിക കാസർഗോഡിൽ നിന്ന് കയറി ഇവിടെ മഹിമയായി, മഹിമ നമ്പ്യാരായി, 3-4 പേര് ഒരുമിച്ചങ്ങായി. അത് മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഇപ്പോഴും വീണ്ടും സിനിമകൾ കിട്ടിത്തുടങ്ങുന്നത്. ഒറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിപ്പോ ഞാൻ പുറത്തു പോകുമ്പോഴായാലും എല്ലാവരും വന്ന് സംസാരിക്കുന്നതും അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടാവണം. ഒരിക്കലും മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വലിയ സിനിമയുടെ ഭാഗമാവുന്നു അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മലബാർ ഏരിയ ഒക്കെ കുറച്ചും കൂടെ സിനിമയോട് എക്സ്പോസ്ഡ് ആയി തുടങ്ങുന്നത്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ആ ഏരിയയിൽ സിനിമ പോലും ഷൂട്ട് ചെയ്യാറില്ലായിരുന്നു. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് തന്നെ വളരെ റെയറാണ്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എങ്ങനെ ഒരു ഓഡിഷന് പോകണം, ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയില്ല. സിനിമയിൽ അഭിനയിക്കണം, ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എൻ്റെ പേരൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ മനോരമയിലൊക്കെ വരുന്ന ഫോട്ടോ കോൺടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ കോൺടെസ്റ്റിലാണ് ആദ്യം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റ് പേജിൽ താഴെ ഒരു കോളത്തിൽ ഇങ്ങനെ വരുമല്ലോ ഫോട്ടോ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണ് എൻ്റെ ഫോട്ടോ ആദ്യം വരുന്നത്. ആ ഫോട്ടോ കണ്ടിട്ടാണ് കാര്യസ്ഥൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു കാസ്റ്റിംഗ് കൺട്രോളർ എന്നെ വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ ഓഡിഷന് പോകുന്നതും. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ കാര്യസ്ഥൻ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഷിബുചേട്ടനെ പരിചയപ്പെടുത്തുന്നതും. ഷിബുചേട്ടനാണ് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട്, പ്രഭു സോളമനൊക്കെ ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട് ഞാൻ പോകുന്നത്. ഒരിക്കലും അപ്പോഴും തമിഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് മൂവീസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്നത് തീർച്ചയായിട്ടും RDX തന്നെയാണ്. RDXന് ശേഷമാണ് ഇപ്പം അതിനുശേഷമുള്ള പ്രോജക്ട്സ് ആയാലും അതിനുശേഷം വന്ന പ്രോജക്ട്സ് ആണ്. അതിനുശേഷം കുറെ പ്രൊജക്ട് ഉണ്ടല്ലോ, പല സ്ഥലത്തും വെച്ച് പൂജയ്ക്കും ഇതിനൊക്കെ കാണുന്നുണ്ട്. ഓഡിയോ ലോഞ്ചിനൊക്കെ വന്നതിന്റെ അടുത്ത പടങ്ങളെ കുറിച്ചാണ് സംസാരം അല്ലെ. ഈ കാസർഗോഡ് സ്ലാങ് അല്ലെ, അതൊത്തിരി ഗുണം ചെയ്തിട്ടുണ്ടോ?
എനിക്ക് തോന്നുന്നു എനിക്ക് വേഴ്സിറ്റാലിറ്റി ഉണ്ട് എന്ന് പലരും പറയാൻ കാരണം അതൊന്നാണ്. കാരണം പെട്ടെന്ന് നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ കാസർഗോഡ് സ്ലാങ് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കായി മാറിപ്പോകും. കാരണം ഞാൻ കേട്ട് വളർന്നത് അതാണ്. ഇപ്പം എൻ്റെ സ്കൂളിലാണെങ്കിലും മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ എല്ലാവരും ആ രീതിയിലാണ് സംസാരിക്കുന്നത്. വീട്ടിൽ വന്നാൽ മാത്രമേ ഞങ്ങളൊരു അത്യാവശ്യം നീലേശ്വരം കണ്ണൂർ ടച്ചൊക്കെ സംസാരത്തിൽ വരുള്ളൂ. അതല്ലെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മലയാളത്തിൽ നിന്ന് ആ മലയാളത്തിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജും മാറും. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് മാറുന്നത് കണ്ടിട്ട് പലരും പല പ്രോജക്ട്സിനും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മഹിമയ്ക്ക് കോമഡി വർക്ക് ആവുമായിരിക്കും. അങ്ങനെയുള്ള ഒരു വേഴ്സിറ്റാലിറ്റിയിലോട്ട് എനിക്ക് പോകാനുള്ള ഒരു സ്പേസും കൂടെ അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. രഞ്ജിത് ശങ്കർ എന്ന സംവിധായകന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇന്ന് പറയാം. അതെ. പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പം ഈ സിനിമയിൽ വരുന്നതിന് മുമ്പായാലും എനിക്ക് സാറിനെ പറ്റിയുള്ള പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിബിളായ ഒരു ഡയറക്ടറാണ്. അതായത് സാറ് ചെയ്യുന്ന മൂവീസിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ വേറെ തലങ്ങളിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ബോൾഡാണ്. ബോൾഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഒപ്പീനിയനേറ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്. അവരവരുടെ സ്റ്റാൻഡിൽ ഭയങ്കര ബോൾഡായി നിൽക്കുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സാർ ഇതിന് കുറേ മുമ്പ് വേറൊരു പ്രോജക്റ്റ് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല, അതിലെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ട് സാറിൻ്റെ പ്രോജക്റ്റിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് എനിക്ക് പറഞ്ഞു തന്നപ്പോഴും എനിക്ക് നിധി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഈ സബ്ജക്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് ആണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരിക, ഇതിലൊരു ഭാഗമാകാൻ പറ്റുക എന്നുള്ളതിൽ ഭയങ്കര എക്സ്ട്രീം ലെവലുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക് തോന്നിയത്. ഐ ആം റിയലി ഗ്ലാഡ് ദറ്റ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനും ഇങ്ങനെ ഒരു സബ്ജക്റ്റിലും എന്നെ അപ്രോച്ച് ചെയ്തത് തന്നെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. എങ്ങനെയാണ് മഹിമയിലേക്ക് എത്താൻ കാരണം? മഹിമ വേണം നമുക്ക് ഈ സബ്ജക്റ്റിൽ. ആക്ച്വലി ഒരു ന്യൂ ഫേസ് വേണമെന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമ്മൾ ഒത്തിരി പേരെ ഓഡിഷൻ ചെയ്തു, അത് ശരിയല്ല. ഇതെന്താ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉണ്ണിയുടെ ക്യാരക്ടർ പറഞ്ഞല്ലോ, നമുക്ക് ഡിഫിക്കൽട്ടാണ്, ചാലഞ്ചിങ് ആണെന്നൊക്കെ നമുക്ക് ഇനീഷ്യലി നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ഈ ക്യാരക്ടർ ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷെ അത് വേറെ ആൾ ചെയ്യുമ്പോഴാണ് ഇത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് നമുക്ക് മനസ്സിലാവും. അപ്പം ക്യാരക്ടറിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ മഹിമോട് ചോദിച്ചു ഒരു ഓഡിഷൻ തരാമോ എന്ന് ചോദിച്ചു. ആൻഡ് ഷി വാസ് വെരി ഗ്രേസ്ഫുൾ. ഷി ഗേവ് എൻ ഓഡിഷൻ. അതായത് ഒരു വലിയൊരു നായികയായിട്ട് കൂടെ അവർ ഓഡിഷൻ തരാൻ തയ്യാറായിരുന്നു. ആൻഡ് ഷീ ഗേവ് ദ ബെസ്റ്റ് ഓഡിഷൻ. അതായത് അവരെ പറഞ്ഞപ്പോൾ അവരത് നിതിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതാണല്ലോ മെയിൻ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ മീറ്റ് ചെയ്ത് ഞങ്ങളൊരു കഥയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിംഗായി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു. ഈ വിജയപരാജയങ്ങൾ അല്ലേ, താങ്കളെ സംബന്ധിച്ച് വിജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരിട്ട വ്യക്തിയാണ്. അത് ഇപ്പോഴൊന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതൊക്കെയാണ് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേണമെന്ന് തോന്നിയ സിനിമകൾ? ഇല്ല, നമ്മൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല, അത് സംഭവിച്ചല്ലോ, പോയി കഴിഞ്ഞു. ഇതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ളത് വി ഹാവ് ടു ബിലീവ് ഇൻ ദ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് അല്ലേ, അതിൻ്റെ അവസാന ഘട്ടമാണിത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ടിലൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ പ്രോസസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കഥ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉദ്ദേശം ഒരു കമേഴ്ഷ്യലി തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അതുണ്ട് ബാക്ക് ഓഫ് മൈൻഡിൽ. പക്ഷേ അതിനുവേണ്ടി ഞാനിതിൽ കുറേ സാധനങ്ങൾ കയറ്റി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിസൾട്ടിന് വേണ്ടി ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല പലപ്പോഴും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം അതൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൺട്രോളിലൊരു കാര്യത്തിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അയ്യോ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് സമയം കളയുന്നത്, വേറെ അവരും അത് ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അപ്പോൾ അതും നല്ലതിനായിരുന്നു. ഞാൻ ചെയ്ത സിനിമകളിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ട സിനിമ അർജുന സാക്ഷിയാണ്. അത് അർജുന സാക്ഷി പക്ഷേ ഇപ്പം എൻ്റെ നല്ല സിനിമയായിട്ട് ആൾക്കാർ വിലയിരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ സിനിമകളെല്ലാം വിജയിച്ചു. അത് കഴിഞ്ഞൊരു പരാജയപ്പെട്ട സിനിമ കമലയാണ്. പക്ഷെ ഞാൻ കമലേനെ കാണുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ തുടക്കം. എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അതെ, ഞാനതിനെ കാണുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കമലേനെ കാണുന്നത്. 4 years പിന്നെ എപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇന്ന് 4 years ആയിരിക്കും. ബിക്കോസ് അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമയാണ്. കാര്യം നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു കഥ എഴുതിയാൽ പോരെന്ന് പറയില്ല. ഞാൻ എൻ്റെ പൈസ ചിലവാക്കി ഒരു കഥ എഴുതി എനിക്ക് വേണ്ടി, അത് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരു അഭിമാനമുണ്ട്. എനിക്ക് 2 കഥയും കൂടെ അതിൽ ഉണ്ടാക്കാനുണ്ട്. ഇനി ഇതൊക്കെ ഓടിയിട്ട് വേണം, പൈസ കിട്ടിയാലാണ് അതിൽ കുറച്ച് കളയാൻ. അതല്ലേ, ഇനിയുണ്ട് അതിലെ സെക്കൻഡ് പാർട്ട് 2026 November 25 സെക്കൻഡ് പാർട്ട് ഇറക്കണം എന്നാണ് ആ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ 4 years എന്നാണ് എൻ്റെ പേര്. പിന്നെ 4 years later വിൽ ബി 2030. അവിടെ കഥ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് 3 എനിക്ക് പൈസ പോകുന്നത് എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഈ പോലെ സിനിമകളിൽ നിന്ന് പൈസ കിട്ടിയാൽ അത് അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ആരോടും നമ്മളൊരു സമാധാനം പറയേണ്ട കാര്യമില്ലല്ലോ, അതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷം.
15ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നത് 15 അല്ലേ എന്താ കണക്ക് അല്ല 15 ജയ് ഗണേഷ് 15 ജയ് ഗണേഷ് എന്നൊരു പേര് ഞാൻ ഉണ്ണിയുടെ ചോദിച്ചു. മാളികപ്പുറത്തിന്റെ ഹിറ്റിന് ശേഷമാണ് ജയ് ഗണേഷ് എന്നൊരു പേര് വന്നത്. ഉണ്ണിയുടെ രാഷ്ട്രീയമാണോ ഉണ്ണിയുടെ പേരാണോ എന്താണ് ചില ആളുകൾക്ക് പ്രശ്നമെന്ന് ഞാൻ ഉണ്ണിയുടെ ചോദിച്ചു. ഉണ്ണിക്ക് ഇപ്പോഴും അറിയുന്നില്ല എന്താണെന്നുള്ളത്. എനിക്ക് മാളികപ്പുറം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ്. ഞാൻ മാളികപ്പുറം കണ്ടിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ എന്നെ തെറി വിളിച്ച ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. നീ ഒരു മുസ്ലിം അല്ലേ, നീയാണ് ഈ പടത്തിന്. എൻ്റെ മുമ്പിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻസ് എന്നല്ല, ഒരു കലാകാരൻ അഭിനയിച്ചു വെച്ചാൽ ഒരു കലയാണ് ഞാൻ കണ്ടത്. ആ റിവ്യൂ ചെയ്തപ്പോൾ എന്നെ ചീത്ത വിളിച്ച ഒത്തിരി പേരുണ്ട്. ഇനി ഇത് കണ്ടിട്ടും ചീത്ത വിളിക്കുന്നവരുണ്ടാവും. ഞാൻ റിവ്യൂ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറയും. ഈ ഉണ്ണി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമെന്ന് രഞ്ജിത് ശങ്കർ ഓർത്തിരുന്നു? പ്രതിസന്ധി നേരിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ നോക്കി കാണാറില്ല. ഇതൊക്കെ എന്താ അറിയോ, ഒരാളൊരു കാര്യം പറയുന്നു, അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ മൈ ഹാവ് ദെയർ ഓൺ റീസൺ. അപ്പം നമ്മളെന്തിനാണ് അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എതിർക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ കൺട്രോളുള്ള കാര്യമില്ല. എൻ്റെ കൺട്രോളിൽ എന്താ, എൻ്റെ കോൺഷ്യൻസ് ഭയങ്കര ക്ലിയർ ആണ്. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള സിനിമ ഒരിക്കലും നിലനിൽക്കില്ല, അതിനുള്ള താരവും ഒരിക്കലും നിലനിൽക്കില്ല, ചരിത്രപരമായിട്ട് നിലനിന്നിട്ടില്ല തീർച്ചയായിട്ടും. അപ്പോൾ അത് സംഭവിക്കില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു മണ്ടനല്ലല്ലോ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉണ്ണീനെ കാണുന്നതിന് മുന്നേ ഞാൻ ഫിലിം ചെയ്യുമ്പോൾ രജിസ്റ്റേഡ് ടൈറ്റിലാണ് ഈ പേര്. ബിക്കോസ് അതെനിക്ക് നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വരുന്ന ഒരു ടൈറ്റിലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ കഥ ഈ സിനിമ കണ്ടാലും മനസ്സിലാവും ഈ ടൈറ്റിൽ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് മനസ്സിലാവും. പിന്നീട് ആ ടൈറ്റിലിനെ ചൊല്ലി വന്ന വിവാദങ്ങൾ എനിക്ക് പരിപൂർണമായിട്ടും മനസ്സിലാവും. അത് വേറെ ആൾ തേർഡ് പാർട്ടി പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ അത് കറക്റ്റാണ്. അപ്പോൾ പിന്നെ അവരത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്കതിൽ നിവർത്തിയില്ല. എനിക്കത് അവസാനം ആ ഫിലിം ചേമ്പിൽ രജിസ്റ്റർ ചെയ്ത് ആ ഡോക്യുമെന്റ് എനിക്ക് ഫേസ്ബുക്കിൽ ഇടേണ്ടി വന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ അത് വേറെ നിവൃത്തിയില്ലായിരുന്നു. വേറെ എങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. എനിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിക്കാണ് വിവാദങ്ങൾ വന്നത്. അത് താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ടത് നന്നായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഇട്ടോടെ തീർന്നു. അതെ, ആളുകൾ ബോധവാനായി. ഇത് അങ്ങനെയാണ് സമയമല്ല. ഉണ്ണി മാളികപ്പുറം പോലെ ജയ ഗണേഷിലേക്ക് പോയതല്ല. വേറെ ഒരു ഗുണമുണ്ടായി. ഒരുപാട് പേർക്ക് മനസ്സിലായി, ഇത്ര രൂപയെ വേണ്ടുമല്ലേ ചേമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ. അപ്പം ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു, പല ആൾക്കാരും ഒരുപാട് പൈസ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷനും കൂടുന്നതല്ല, ഇനി ആ പരിപാടി നടക്കില്ല. അത് ശരിയാണ്. ഞാനിപ്പം ഇവിടെ ചോദിച്ചാൽ തന്നെ ചോദ്യമാണ്, മാളികപ്പുറമാണ് ഉണ്ണിയാക്കി മാറ്റിയത് സിനിമയെന്ന് ഞാൻ ഇപ്പോൾ പറയാം. കാരണം അത്രയും ഫാമിലികൾ 100 ദിവസം ഓടിയ ഒരു സിനിമ ആ കാലഘട്ടത്തിൽ ആ സമയത്തില്ല. 100ാം ദിവസത്തെ ആഘോഷമായിരുന്നു നമ്മൾ മഹാസുബേറിന്റെ തിയേറ്ററിൽ കൊണ്ടാടിയത്. അന്ന് വലിയ ആഘോഷമായി. ആ ഉണ്ണി മുകുന്ദന്റെ കൂടെയാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് അല്ലേ? പല ആളുകളുടെ കൂടെ അഭിനയിച്ചു. ഉണ്ണി മുകുന്ദനിലേക്ക് എത്തിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ണിയിൽ നിന്നുണ്ടായത് എന്തായിരിക്കും? ഉണ്ണിയിൽ നിന്നുണ്ടായപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മിങ് ടു ദാറ്റ് ടോപ്പിക്, എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഞാനിപ്പോൾ ജയ ഗണേഷ് എന്നുള്ള ടൈറ്റിൽ അങ്ങനെ ഒരു രീതിയിൽ ഞാനത് കണ്ടിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്രാഫ്റ്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിപ്പം അഭിനയിക്കുന്ന ആൾ ആരാണെങ്കിലും ചെയ്യുന്നത് ആരാണെങ്കിലും സിനിമ ഇസ് എ ക്രാഫ്റ്റ്. അതിപ്പോൾ ഏത് ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്നതാണെങ്കിലും അതൊരു ക്രാഫ്റ്റായിട്ട് മാത്രമേ ജയ ഗണേഷിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഉണ്ണിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണിയെ ചുറ്റിപ്പറ്റി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം അത് ഉണ്ണീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം എന്തില്ല എന്ന് പറഞ്ഞാലും ഉണ്ണി ഒരു പോസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണീനെ റിലേറ്റഡ് ആയിട്ട് എന്തൊരു ടോപ്പിക് വരുമ്പോഴും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഞാനും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്തിനാണെന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല. ഈ ടൈറ്റിലിനെ ചൊല്ലിയുള്ള കാര്യമാണെങ്കിൽ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ബേസ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ ഒരു രീതിയിലല്ല സിനിമ. അതിപ്പോൾ സിനിമ കാണുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും അത് അങ്ങനെ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ നെഗറ്റിവിറ്റീനൊക്കെ ഉണ്ണി ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ ഉണ്ണിക്ക്. കാരണം എനിക്കൊന്നും പറ്റില്ല. ഇപ്പം ഇത്രയും പേര് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവായ കമൻസ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. ഞാൻ തീർച്ചയായും ചിലപ്പോൾ ഇനി സിനിമ ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു കളയും. പക്ഷെ അതൊക്കെ ഉണ്ണി ഓവർകം ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ണിക്കുണ്ട്. അത് ഞാൻ ഉണ്ണിയിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയും ഒരു എന്താ പറയുക പഠിക്കേണ്ടതായ ഒരു കാര്യവും കൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി എന്തായാലും എല്ലാം ഓവർകം ചെയ്യും. ഉണ്ണി വരുന്ന നെഗറ്റിവിറ്റി ഉണ്ണി ഫേസ് ചെയ്ത് ഉണ്ണി ഓവർകം ചെയ്യും. അതെനിക്ക് ഉണ്ണിയിൽ കണ്ട ഒരു പോസിറ്റീവായ ഒരു കാര്യം. മഹിമയുടെ അടുത്തൊരു സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ഒരു സംഖ്യയാണ്. എന്തൊരു മഹിമ ഈ സിനിമയിലേക്ക് പോകണം എന്തൊരു ചോദ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല, എൻ്റെ അടുത്ത് ആരും അങ്ങനെ നേരിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം കമന്റ് സെക്ഷനിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ആണല്ലോ സോഷ്യൽ മീഡിയ. അപ്പം അതിലിങ്ങനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നു. അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അപ്പോൾ അവരെങ്ങനെ അവരുടെ അഭിപ്രായം പറയുന്നു അതുപോലെ തന്നെ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സോ ഐ ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി. അവർക്ക് പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇനി അങ്ങനെ ഒരു പേര് മഹിമയിലേക്ക് വരുമെന്ന്
ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ എനിക്കിപ്പം ഇതിലെന്നല്ല എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളും എൻ്റെതായ തീരുമാനങ്ങളും ഒക്കെയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് എൻ്റെ മാത്രം വിശ്വാസമാണ്. അത് ഞാൻ വേറൊരാളോട് പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് അത് ഞാൻ മാറ്റാനോ ഞാൻ ശ്രമിക്കാറില്ല. അപ്പം എനിക്ക് എൻ്റെ കാര്യം അറിയാം. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാലോ. അപ്പം സോ ദാറ്റ് റിയലി ഡസൻറ്റ് ബോദർ മീ. എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് അല്ലെ, എല്ലാവർക്കും ഒരേ വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്നും ഈ പറയുന്നവർക്കും വിശ്വാസമുണ്ട്. അതാണ് ഏറ്റവും ദിവസം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്നുള്ള കല്ലെറിയുന്നവരുള്ളൂ, പരസ്യമായിട്ട് വരുന്നവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും. എൻ്റെ അറിവിലില്ല കേട്ടോ. ഐഡന്റിറ്റി ഉള്ളവരാരും ചീത്ത വിളിക്കാനോ പരസ്യമായിട്ട് ഇത് ജയ് ഗണേഷ് സംഗീത പടമാണെന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാവുന്നത് തെറ്റല്ലല്ലോ. വിശ്വാസം വേണമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം വേണമെന്ന് ആരും കെട്ടിയേൽപ്പിക്കുന്നില്ല കേട്ടോ. കെട്ടിയേൽപ്പിക്കാൻ നമുക്ക് പറ്റൂല. എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം. പിന്നീട് എനിക്ക് ഉണ്ണി ആ വീണു എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആണ് അല്ലേ? അതൊരിക്കലും എനിക്ക് ആ ഭയമായിരുന്നു. ഉണ്ണി വീണു എന്ന് കേട്ടപ്പോൾ ഞാൻ അന്ന് അന്വേഷിക്കാൻ, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അത് ഒറിജിനലായിട്ട് വീണാണ്. അന്ന് എങ്ങനെയാണ് ഒന്ന് ഓർക്കാൻ ചെയ്തത്? എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ ഷോട്ട് എടുത്ത് വീണു. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നു. പുള്ളി എഴുന്നേറ്റ് ഉടനെ എടുക്കാം, ഓക്കെ ആയിക്കോട്ടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അതിനെ പറ്റും വല്ലതും ചിന്തിക്കാം. ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അതിനുവേണ്ടി ബോധോടെ ആയിരുന്നില്ല. അതായത് വീണത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയി ഇപ്പോഴും പുള്ളി എഴുന്നേറ്റ് ഷോട്ട് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളതിനോട് ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ വർക്കിന് പോയ സമയത്ത് ഒരുപാട് ഇങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആയ വീൽ ചെയറിലുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ ഈ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇതവർക്ക് സ്ഥിരം സംഭവിക്കുന്നതാണ് അത്ര. ഇതെല്ലാം ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ സ്ഥിരമുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ആ ഒരു ഫ്ലാറ്റിലൊക്കെ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മളെടുത്ത വീൽ ചെയറൊക്കെ IIT ചെന്നൈക്ക് ഡിസൈൻ ചെയ്ത് സ്പെഷ്യൽ വീൽ ചെയർ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ അപകടമൊന്നും പറ്റാതിരുന്നത് എനിക്ക് തോന്നുന്നു. ഇനി ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? എനിക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു ഏത് അല്ല ഇനി ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഇറങ്ങി ഇപ്പം എനിക്കൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും നമുക്കുള്ള എല്ലാ സമയത്തും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 5-10 കഥകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ കഴിഞ്ഞ സിനിമയുടെ ജയപരാജയങ്ങൾ, എൻ്റെ ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ, ഞാനിപ്പോൾ കേൾക്കുന്ന സംഗീതം, ഇപ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ, ഇപ്പോൾ എൻ്റെ ചിന്തകൾ, നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് അപ്പം എന്തൊക്കെ സംഭവിക്കുന്നതനുസരിച്ചിരിക്കും സിനിമ. പക്ഷേ സിനിമ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഒരു വിചാരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ടോ ഇനിയും? ഇല്ല, നമ്മൾ 2 വലിയ മഹാനടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ദേ ആർ ലെജൻഡ്സ് ബൈ ഓൾ മീൻസ്. അപ്പം നമുക്ക് ഭാഗ്യവശാൽ ഒരു പെർട്ടിക്കുലർ ഫേസിൽ നമുക്ക് സിനിമയിൽ വന്ന് നിൽക്കാൻ പറ്റി. അപ്പോൾ അവരെ വെച്ച് ഒരു സിനിമയിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ആഗ്രഹമാണ്. തീർച്ചയായും. അപ്പോൾ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്കിനി അത് മതി. അതായത് നമുക്കിതിന് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊരു പീസ് കിട്ടി, ഞാൻ സന്തുഷ്ടനാണ് അതിൽ. ഇനി ലാലേട്ടനെ വെച്ചൊരു സിനിമയാണെന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് ശ്രമിക്കും, സംഭവിച്ചാൽ സന്തോഷം. ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, ശ്രമം സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, അത് സംഭവിക്കണ്ടേ. സിനിമ അങ്ങനെയാണല്ലോ, നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ജയസൂര്യയിലേക്ക് പോകാതെ ആണ്, ജയസൂര്യ ആണ് നമ്മൾ എവിടെ വെച്ചാൽ ജയസൂര്യ നിങ്ങളെന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ താങ്കൾ പറയാറുണ്ട് അങ്ങനെയല്ല എന്ന് പറയാറുണ്ട് അല്ലേ? ജയസൂര്യയിലേക്ക് ഈ കഥ പോകാതിരിക്കാനുള്ള കാരണം എന്താണ്? ജയസൂര്യ ബ്യൂട്ടിഫുൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് റീസൺ. അല്ല, അത് കറക്റ്റാണ്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഈ സിനിമ സൂപ്പർ ആയിട്ടുണ്ട്. പ്രസ് മീറ്റിൻ്റെ സമയമായി. നമുക്ക് 15-ാം തീയതിയാണ് റിലീസ്. നമുക്ക് കാസർഗോഡ് ഭാഷയിൽ ഒന്ന് ക്ഷണിച്ചാലും അതല്ലേ ഒരു ചേഞ്ച് വേണ്ട നമുക്ക്. ആയിക്കോട്ടെ. ഏപ്രിൽ 11-ാം തീയതി ജയ് ഗണേഷ് തിയേറ്ററിലെല്ലാം റിലീസാകുന്നുണ്ടാവേ. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഒറ്റക്കാരും ഉണ്ടാവേ, എല്ലാ ഫാമിലീനെ എല്ലാവരും കൂട്ടിയിട്ട് പോയിട്ട് കാണണോ. കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഗൂസ് ബമ്പാണെന്ന് ചെല്ലുന്നത്. നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ടാക്കണം ഞങ്ങൾ പടത്തിന്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എല്ലാം ആക്കി സപ്പോർട്ടാക്കിയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണവേ. ഇങ്ങനെയാണോ കാസർഗോഡ് സംസാരിക്കുന്നത്? നിങ്ങൾ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെ, ഇത് ശരിക്കും കാസർഗോഡാണ്. ഗുഡ്, അങ്ങനെയുണ്ട്. അടിപൊളി. അപ്പം മറക്കണ്ട, 15-ാം തീയതിയാണ് റിലീസ്. 8 മണിക്ക് വനിതാ തിയേറ്ററിൽ സിനിമ ഷോ വെച്ചിട്ടുണ്ടെന്നാണ് ഉണ്ണിയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാവിലെ മുതൽ സിനിമ കാണുക, തിയേറ്ററിൽ കാണേണ്ട എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്, ഒരു മാറ്റമില്ല. ആ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT വരും അല്ലെങ്കിൽ സാറ്റലൈറ്റ് വരുന്ന കാത്തിരിക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും ഈ ജയ് ഗണേഷ് എന്ന പേര് ഇതിന് എത്രമാത്രം യോജിച്ചു എന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ.